100 പട്ടാളക്കാരുടെ അധിപനാണ്, റോമനാണ്. അയാളെ യഹൂദനല്ല, വിജാതിനാണ്. പക്ഷേ എങ്കിലും ഈ വിജാതിനെ കൊണ്ടുവന്ന് ഈ യഹൂദ പ്രമാണി അയാളെ യേശുവിൻ്റെ അവതരിപ്പിക്കും. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഇയാൾ സാധാരണ യഹൂദ ഇവരെ പോലെ അല്ല, ശതാധിപനെ പോലെയല്ല, കുറച്ച് വാല്യൂ ഉള്ള ആളാണ്. ഈ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇയാളുടെ വാല്യൂ എന്താണ്, അയാളെന്താ പറയണമെന്ന് നോക്കിയേ. എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറയണത് എന്ന് പറഞ്ഞേ. നീ ഇത് ചെയ്തു കൊടുക്കാൻ, യേശുവിനോട് പറയണതാണ് യഹൂദ പ്രമാണം. നീ ഇത് ചെയ്തു കൊടുക്കാൻ, ആർക്ക് ചെയ്തു കൊടുക്കാൻ? ശതാധിപനെ ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അർഹനാണ്. അതാ പ്രശ്നം. ഈ നമുക്ക് അർഹത ഉണ്ടാക്കുന്ന വിഷയമാണ് വാല്യൂ ആഡിങ് എന്ന് പറയണത്. നിങ്ങൾക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് ദൈവം ഇത് ചെയ്തു തരാൻ നിങ്ങൾ അർഹരായി മാറുകയാണ്. അർഹത എന്ന് സംഭവമുണ്ട്, മനസ്സിലായില്ലേ? അതാണ് വാല്യൂ, മൂല്യവർദ്ധിതം. ഒരു സാധാരണ വ്യക്തിയെ മൂല്യവർദ്ധിതമായ വ്യക്തിയായിട്ട് ഉടമ്പടി ഉയർത്തുന്നുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ യോഗ്യരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. അതായത് നിങ്ങൾ കൃപാസനത്തിലോട്ട് വരണ സമയത്ത് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും, പുറത്തിറങ്ങുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി ജീവിക്കുമ്പോൾ വാല്യൂ ഉണ്ടാവും. അനുനിമിഷം നിങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കും. അനുനിമിഷം നിങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് അച്ഛൻ നിത്യാരാധന കേന്ദ്രത്തിൽ 3 ഉടമ്പടി പുതുക്കിയവരെ മാത്രം കയറ്റണം? എന്താണ് അവരുടെ വാല്യൂ? ഭയങ്കരമാണ്. 3 ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ്. ധരിച്ച് 9 മാസമായി അവർ ഉടമ്പടി നിൽക്കണത്. അവരെന്തുമാത്രം നന്മ പ്രവർത്തികൾ ചെയ്ത് കാണും, എന്തുമാത്രം എന്തുമാത്രം സുവിശേഷ പ്രഘോഷണം ചെയ്ത് കാണും. അപ്പോഴവിടെ വാല്യൂ ആഡ് ചെയ്യും. അവരാണ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. അവിടെ പോയിരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കണില്ലേ, അവരുടെ കാര്യം നിങ്ങൾക്ക് വേണ്ടി കൃപാസന നിത്യാന കേന്ദ്രത്തിലെ ഉടമ്പടി സീനിയറായിട്ട് എടുത്തിട്ടുള്ളവർ 4 പുതുക്കവരും 3 പുതുക്കവരും മധ്യസ്ഥം വഹിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി മധ്യസ്ഥ പ്രാർത്ഥന അതാണ്. എന്താ കാര്യം? വാല്യൂ ആഡഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ, മൂല്യവർദ്ധിതമായിട്ടുള്ള അവരുടെ സൽപ്രവൃത്തികളിലും ദൈവത്തിൻ്റെ മുമ്പിൽ മൂല്യമുള്ളവർ. അതുകൊണ്ടാണ് നീ ഇത് ചെയ്തു കൊടുക്കാൻ. റീഡ് ഇറ്റ് അഗെയിൻ. ലുക്ക 7:5. നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്താ കാരണം? എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് മെറിറ്റ്. എന്താണ്? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആദ്യം ഉണ്ടാകേണ്ടത് ദൈവതിരുസ്ഥിതിയിൽ മെറിറ്റോറിയസ് ആയിട്ടാവാൻ, ആദ്യം വാല്യൂ ഉണ്ടാകാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വൈരാഗ്യമുള്ളവരോട് ക്രിസ്തുവായത് കാരണം ക്രിസ്തു പറയും ശത്രുക്കളെയും സ്നേഹിക്കാൻ പറയും. ക്രിസ്തു അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം മനുഷ്യ ദൈവങ്ങളല്ലേ. സാക്ഷാത് ദൈവം ആകുമ്പോഴാണ് കാര്യങ്ങൾ മാറണത്. ഒരേ ലെവലിൽ പറയത്തില്ല. നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറയും. അപ്പം തന്നെ മനസ്സിലാക്കും ക്രിസ്തു മനുഷ്യനല്ലെന്ന്. മനുഷ്യനൊക്കെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറയും. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിൻ്റെ വാല്യൂ ആഡ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് നിൻ്റെ ശത്രുത ആർക്കും ഇല്ല, നിനക്ക് ആരോടും ശത്രുത ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. നിനക്ക് വഴി തരാത്ത ആൾക്കാരുണ്ടാകാം, നിൻ്റെ പ്രമാണം കൊണ്ട് ഓടിപ്പോയ ആൾക്കാർ, കട്ടുകൊണ്ട് പോയ ആൾക്കാരുണ്ടാകാം. ചില മക്കൾ തന്നെ പ്രമാണം കട്ടുകൊണ്ട് പോയിട്ടില്ലേ വീട്ടിൽ നിന്ന്. ഈ ആൾക്കാരോടെല്ലാം ഏകപക്ഷികമായിട്ട് നമ്മൾ ക്ഷമിക്കുകയാണ്. ഏകപക്ഷികമായിട്ട് എന്താ കാര്യം? ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാനെല്ലാം കുപ്പയക്കരുതെന്ന് കൈ ഇടിച്ച് കരുതാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പി 3:8. ഫിലിപ്പി 3:8.
ഇവ മാത്രമല്ല എന്റെ കർത്താവായ എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളോട് തെറ്റ് ചെയ്ത ആളാണ്, പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി അവനോട് ഏകപക്ഷീയമായി ക്ഷമിക്കുന്നു. എന്താ കാര്യം? അവൻ നമ്മോട് കാണിച്ചതെല്ലാം വേസ്റ്റായിട്ട് കണക്കാക്കണമെന്ന്. ഇത് ക്രിസ്തുവിന് മാത്രമേ ഉപദേശം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിനെ ക്രിസ്തുവാക്കണതും ക്രിസ്തുവിൻ്റെ ദൈവപ്രകാശം നമ്മൾ ചൊരിയണതുമൊക്കെ മനുഷ്യാതീതമായി ആധ്യാത്മികത കൊണ്ടാണ്. എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതാതീതമായ ആധ്യാത്മികതയാണ് അന്വേഷിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ ആധ്യാത്മികത മതാതീതമല്ല, മനുഷ്യാതീതമാണ്. കൈ എഡിച്ച് കർത്താവ് അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ കാവൽ മലാഹിക്ക് അതിനേക്കാൾ ഉപരി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം മരിയൻ ഉടമ്പടിയാണ്. അമ്മ മാതാവിൻ്റെ പേരിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മ മാതാവിന് നിങ്ങളെക്കുറിച്ച് യേശുവിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം. ഇത് അവർക്ക് ചെയ്തു കൊടുക്കാൻ അവർ അർഹയാണ്. എന്താ കാര്യം? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ജനങ്ങളെ സ്നേഹിക്കുന്നു. അതാണ് സംഭവം. ജാതിയും മതവും നോക്കാതെ ആൾക്കാരെ സ്നേഹിക്കുന്നു. അതാണ് ഒരു കാര്യം. ഇത് നിങ്ങളെക്കുറിച്ച് പറയാനിടയാകണം. രണ്ടാമത്തത് എന്താണ്? നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാലയം നമുക്കൊരു രണ്ടാമത്തതാണ്. ഈ ശതാധിപൻ്റെ ബാർഗെയിനിങ് പവറില്ലേ, അവൻ്റെ മൂല്യവർദ്ധിതമായ ഒരു മനുഷ്യനാണ്. ഈ മൂല്യവർദ്ധിതമായ മനുഷ്യൻ്റെ രണ്ടാമത്തെ കപ്പാസിറ്റി എന്താണ്? നമുക്കൊരു സിനഗോഗ് പണിതരികയും ചെയ്തിട്ടുണ്ട്. പള്ളി പണിത് കൊടുത്തിട്ടുണ്ടെന്ന്. സിനഗോഗ് എന്ന് വെച്ചാൽ അതാണ്. നിങ്ങളാരും പള്ളി പണിയാൻ പോയില്ലെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ പള്ളി പണിയാൻ പറ്റും നിങ്ങൾക്ക്, അല്ലേ? ഇല്ലേ? ഒരു മനുഷ്യന് വിശ്വാസം കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ പള്ളി പണിത പോലെയാവും. ഒരു മനുഷ്യന് വിശ്വാസം, എത്ര മനുഷ്യൻ്റെ ഈ ഉടമ്പടിയിലൂടെ 10,000 മനുഷ്യരുടെ ഹൃദയങ്ങളിലല്ലേ പള്ളി പണിയണത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, എന്നെ അഭിഷേകം ചെയ്യുക. ഞാൻ നിനക്ക് വേണ്ടി ജനഹൃദയങ്ങളിലെ ദേവാലയം, വിശ്വാസത്തിന്റെ ദേവാലയം പണിയുന്നതിനായി എന്നെ അഭിഷേകം ചെയ്യണം. കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസ ജനത്തിന്റെ ഹൃദയത്തില് ദേവാലയം പണിയുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാലേ അനുദിനവും കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ അനുദിനവും കൃപയാലേ അനുദിനവും. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും മനസ്സിലായില്ലേ എങ്ങനെയാണ് മൂല്യവർദ്ധിതമായിട്ട് നിങ്ങളെ ഉടമ്പടി നിങ്ങളെ മൂല്യവർദ്ധിത സാക്ഷിയാക്കി മാറ്റണതെന്ന്? സിമ്പിളാണ്. ഏറ്റവും വലുതിൻ്റെ അകത്ത് പള്ളി പണിയത് തന്നെയാണ്. ജനഹൃദയങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസ കൈമാറ്റം ചെയ്യുമ്പോഴും അതിലാണ് കൃപാസനം പത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. കാര്യം അതുപോലെ ഈ ലോകത്ത് പേര് ഒരു പത്രവും ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പത്രം ഇല്ല. ഇത്രയും സാക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങുന്ന ഏത് പത്രമുണ്ട് മാസം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടിയാണ് പത്രശുശ്രൂഷ നിർവഹിക്കേണ്ടത്. കാര്യം നിങ്ങൾ തന്നെ ഇവിടെ വന്നത് എങ്ങനെയാണ്? 10 ആൾക്കാർ പത്രം വായിച്ച് വന്ന ആൾക്കാരാണല്ലേ. അത് വേറെ ആരും പള്ളി പണിതതാണ്.
വേറെ ആരും. അപ്പം നിങ്ങളുടെ അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണെന്നറിയാമോ, നിങ്ങൾ സാത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് അയ്യോ ഞാൻ കൊടുക്കണ, അമ്മ കൊണ്ടേ കൊടുക്കുക, പപ്പ കൊടുക്കുക എന്നൊക്കെ ചോദിക്കും. സംഭവം പിശാചാണ് ചോദിക്കണത്. കാര്യം ദൈവസ്നേഹമില്ലല്ലോ. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി നിങ്ങൾ IELTS പാസ്സാക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി വന്ന് തലകുത്തി പറഞ്ഞിരിക്കണല്ലേ, നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വേറെ ആരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കും. നിങ്ങൾ ഓർക്കുക, നിങ്ങളിങ്ങനെ ചെയ്യിക്കാൻ പോയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, ഉറപ്പാണ്. ഞാൻ എന്താ പറയാൻ കാര്യം, ആ ദന്തിസ്റ്റിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? ദന്തിസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം നിങ്ങൾ കേട്ടോ? ദന്തിസ്റ്റിൻ്റെ എന്താ സാക്ഷ്യം? അവർ ബേസിക് ദന്തിസ്റ്റാണ്. അവർ കോമ്പറ്റ് ചെയ്യുന്ന ആരുടെ കൂടെയാണ്? ദന്തിസ്റ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ കൂടെ. ദന്തിസ്റ്റ് മാസ്റ്റർ ബിരുദമുള്ള MDയുടെ കൂടെയാണ്. എവിടെയാണ്? അവർക്ക് അമേരിക്ക USA ഒരു സീറ്റിന് വേണ്ടിയാണ്. പക്ഷേ എന്താണ് ചെയ്യണത്? അവരിവരെ കണ്ടപ്പോൾ പേടിച്ചു പോയി, വരണ്ടു പോയി. കാര്യം അവർക്ക് ബേസിക്സ് ഇന്ത്യൻ ബേസിക്സാണ്. അവർക്കെല്ലാം ഫ്രാൻസിലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ഇവരാരുമല്ല, സീറോയാണ്. അപ്പോൾ അവിടെ പോയി ഇരിക്കുമ്പോൾ അവർ അമ്മയുടെ ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ അവിടെ ഒരു ചെയ്ത് എന്താണ്, ഇവൾക്ക് വേണ്ടി മാത്രം ഒരു ഇന്ത്യൻ ഡോക്ടറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വെച്ചു. എൻ്റെ അമ്മേ, നിങ്ങൾ സാക്ഷ്യം കേട്ടാൽ ഞെട്ട് കയറി. ശരിക്കും പറഞ്ഞു, അവളുടെ കപ്പാസിറ്റി അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അവളെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് ആ പാനലിലുള്ള ഇന്ത്യൻ ഡോക്ടറാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവം? അത് മാതാവ് ചെയ്തതാണ്. നിങ്ങളും ദൈവത്തിൻ്റെ ജോലി ചെയ്താൽ മാത്രമേ ദൈവം നിങ്ങളുടെ ജോലി ചെയ്യത്തുള്ളൂ. ദൈവത്തിൻ്റെ ജോലി പപ്പായെക്കൊണ്ടും അമ്മയെക്കൊണ്ടും ചെയ്യിച്ചാൽ നിങ്ങളുടെ ജോലി ചെല്ലുമ്പോൾ അവിടെ ഇന്ത്യൻ ഡോക്ടർ ഉണ്ടാവില്ല, പാകിസ്ഥാൻ ഡോക്ടർ ഉണ്ടാകത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം. അതായത് ദൈവത്തിന് നിങ്ങൾ വിലക്ക് വാങ്ങാൻ നോക്കരുത്, മര്യാദക്ക്. മറിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നോക്കുക. അപ്പോൾ ദൈവം ആരാണെന്നറിയും. കൈ ഇടിച്ച് കിടത്താൻ യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയിൽ എപ്പോഴും ശ്രദ്ധിക്കാൻ സാധ്യത. ഇപ്പം അവരെന്നാ പറഞ്ഞത്? ജിസാമേരി പറഞ്ഞില്ലേ, അവർക്ക് 10 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അല്ലേ? ഇതുപോലെ ഉടമ്പടിയിൽ നമ്മൾ സഭയ അതുപോലെ ഒരു പ്രതിഭാസം, ഗ്യാപ്പിൻ്റെ പ്രതിഭാസം നമ്മുടെ ആധ്യാത്മികതയിലും വരുന്നുണ്ട്. ഇപ്പോൾ എൻജിനീയേഴ്സിന് ഗ്യാപ്പ്, ഡോക്ടേഴ്സിന് ഗ്യാപ്പ്, നേഴ്സുമാർക്ക്, പ്രൊഫഷണൽസിനെല്ലാം ഗ്യാപ്പ് വന്ന് ജോലി കിട്ടത്തില്ല, ജീവിതം പോയി. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പിന്നെ പൊടികോരി തിന്നാനേ വരത്തുള്ളൂ. അതുപോലെയുള്ള പ്രശ്നമാണ് വിശ്വാസത്തിലുണ്ട് ഗ്യാപ്പ്. വിശ്വാസത്തിൽ ഗ്യാപ്പുണ്ട്. നിങ്ങൾക്ക് ഗ്യാപ്പുണ്ടെന്ന് നോക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ ഇപ്പോൾ നിങ്ങൾ ലൂക്ക 8:13 എടുത്തേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ലൂക്ക 8:13. ലൂക്ക 8:13. പാറയിൽ വീണത് എന്നാൽ പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. അതാണ് പ്രശ്നം, അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അവരെക്കുറിച്ച് എന്താ പറയണത് ആ അധ്യായത്തിൽ? ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാണ് അല്ലേ? അതാണ് വാക്ക് 8:13. ഇപ്പം വിശ്വാസത്തിലുണ്ട്, അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, പിന്നെ ഗ്യാപ്പായി. ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. വിശ്വാസം ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നു, നിങ്ങൾ ഉടമ്പടി കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, പിന്നെ ഗ്യാപ്പാവുന്നു. ഇപ്പോൾ ഇന്നലെ ഞാനൊരു കക്ഷിയെ കണ്ടുകൊണ്ടിത് പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ ആൾക്കാരെല്ലാവരെയും തന്നെ കിട്ടിയെടുത്ത് എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനം എടുത്ത് നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു അവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവർക്കൊരു സീരിയസ് വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉടമ്പടി ചീട്ട് കിട്ടിയില്ല. എന്താ കാര്യം? 2019 ഉടമ്പടിയാണ്. 2019 തൊട്ട് 2020 പണ്ട് ഇതുപോലെ ഉടമ്പടി എടുത്തതാണ് അവരല്ലേ. അവർ സന്തോഷത്തോടെ എന്താ വായിച്ചത്? അത് വായിച്ച് 8:13 വായിച്ച്. മുള്ളുകളുടെ ഇടയിൽ പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. അതാണ് സന്തോഷത്തോടെ ഉടമ്പടി എടുത്ത പാർട്ടിയാണേ.
എന്തോ ചെറിയ ഒരു പ്രശ്നം വന്നപ്പോൾ ഉടമ്പടി ഇട്ട് കളഞ്ഞ്. അത് ഉടമ്പടി സംഭവിക്കും നിങ്ങൾക്ക്. ആദ്യം ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷേ കള്ള ഉടമ്പടിക്കാരിയാണെങ്കിൽ ഇടക്കിട്ട് കളയും. എന്താ കാര്യം? നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയമാണ്. ഇപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ പ്രശ്നമില്ലേ, കുഞ്ഞുങ്ങളുടെ മുമ്പ് കേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ മാത്രം തിന്നുവെച്ചും പിള്ളേർ പോകത്തില്ലേ. ഇപ്പോൾ ഉടമ്പടിയുടെ ബട്ടർ അടിക്കാൻ വന്ന ആൾക്കാരുണ്ട്. ഒരു അച്ഛൻ വന്ന് ഉടമ്പടി ചെയ്ത്, ഉടമ്പടി പകുതിയായപ്പോൾ കൊച്ചനോടൊന്ന് ചോദിച്ചേ, അച്ഛാ ഉടമ്പടി തീർന്നാന്ന് ചോദിച്ചപ്പോൾ കൊച്ചനോട് അച്ഛൻ പറയണത്, കൊച്ചൻ ചോദിച്ചു ഉടമ്പടി തീർന്നേ അച്ഛാ? തീർന്നേ. അപ്പോൾ എന്നിട്ട് അച്ഛൻ ഉടമ്പടി കൊണ്ട് ഇട്ടില്ലേ? അല്ല, ആ തൈലം കിട്ടാൻ വല്ല മാർഗം ഉണ്ടാകുന്നു. ഒരു ക്ലെറിക്കിൻ്റെ അവസ്ഥ ഇതാണ്. ഒരു അച്ഛൻ വന്ന് ഉടമ്പടി ചെയ്ത അതാണ് പങ്കപ്പാടി പറയണത്. അപ്പോൾ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അച്ഛന് തൈലം മാത്രം മതി, അതിനു വേണ്ടി എവിടെ നിന്നാണ് ഒരു ഉടായ്പ കൊണ്ട് ഇറങ്ങിയിരിക്കുക. അതായത് എവിടെ നിന്നാണ് ഉടമ്പടി ചെയ്യുമ്പോൾ തൈലം കിട്ടണത്, അപ്പോൾ തൈലം കൊണ്ട് ഇവിടുന്ന് സ്കൂട്ടാക്കാൻ നോക്കുകയാണ്. ഇതാണ് അച്ഛന്മാരുടെ അവസ്ഥയാണെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കാതെ ഇവിടുന്ന് തൈലം ഇവിടെ വെള്ളച്ചല്ലേ കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് മാതാവ് തന്നിരിക്കുന്ന ഇത് മലയാളികളുടെ എല്ലാ തരത്തിലുള്ള ഈ ദൈവത്തിനെ സ്നേഹിക്കാത്തവരും വയറ്റിപ്പഴുപ്പ് മാത്രം ലക്ഷ്യം വെക്കുന്ന ആൾക്കാരും ഇതുപോലെയുള്ള പ്രഗ്മാറ്റിക്കായിട്ട് കുറേ പരിപാടികളൊക്കെ ചെയ്യും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുമ്പോൾ വെടിപ്പായിട്ട് ചെയ്യുക. ഇനി ഇപ്പം ഒരു ഗ്യാപ്പ് വന്നെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഉടമ്പടി ഇപ്പം കുറേ നാളത്തേക്ക് വിശ്വസിച്ചെന്നല്ല പറയണത്. ലൂക്ക 8:13 എന്താ പറയണത്? കുറേ നാളത്തേക്ക് വിശ്വസിച്ചു, അത് കഴിഞ്ഞ് അവരുടെ വിശ്വാസത്തിൽ അവർക്ക് മാന്യം വന്നു, ഗ്യാപ്പായിപ്പോയി. പക്ഷേ ഗ്യാപ്പായിപ്പോയ ആൾക്കാർ ഉണ്ടല്ലോ ബൈബിളിൽ. ഗ്യാപ്പായിപ്പോയ ആൾക്കാർ ഒരു പക്കം പോയില്ലല്ലോ. ഇപ്പം ഗ്യാപ്പായി കഴിഞ്ഞാൽ അവരുടെ ഗ്യാപ്പിൻ്റെ സ്വാഭാവികത എന്താണ്? ഗ്യാപ്പ് സ്വാഭാവികം. ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതെന്താ? ആ ഗ്യാപ്പ്, വിശ്വാസത്തിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പം നമുക്കറിയാം. അതായത് നിങ്ങൾ 10:27 വായിച്ചേ, അല്ല 13:58 വായിച്ചാൽ മത്തായി ശ്രീക 13:58. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 13:58. മത്തായി 13:58. അവരുടെ അവിശ്വാസം നിമിത്തം, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അപ്പം അവിശ്വാസം വന്നു കഴിഞ്ഞാൽ അത്ഭുതം കുറയും. അതാണ് ലൂക്ക മത്തായിയുടെ സുവിശേഷം 13:58. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അപ്പം വിശ്വാസത്തെ ഗ്യാപ്പ് വന്നാൽ അത്ഭുതം തീർച്ചയായിട്ടും കുറയും. പിന്നെ എന്ത് സംഭവിക്കണം? ഈ ഗ്യാപ്പ് പാച്ചപ്പ് ചെയ്യാൻ നോക്കണം. അതും ദൈവം തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് കണ്ടീഷനായാലും തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ 2 കൊല്ലം ഉടമ്പടി വീണുപോയി, അല്ലെങ്കിൽ 6 മാസം വീണുപോയി, സാരമില്ല. ഇപ്പോൾ ഒരു പ്രശ്നം വന്ന്, സാരമില്ല, നിങ്ങൾ ഉടമ്പടി കൊണ്ടുവന്ന് പുതുക്കുക. എന്താ ഗ്യാപ്പ് പാച്ചപ്പ് ചെയ്യുന്നുണ്ട് ബൈബിളിലെ. അതറിയണമെങ്കിൽ 9:24 വായിച്ചേ, മർക്കോസിന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 9:24. അതെ. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, അപസ്മാരം ബാധിച്ച കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോഴേ ഗ്യാപ്പ് വന്നു പോയി, എനിക്ക് അവിശ്വാസം ഉണ്ടായി, അത് അങ്ങ് തന്നെ അത് പരിഹരിക്കണം. ഇപ്പം നമ്മൾ ദൈവത്തെ ഇപ്പോൾ ഉടമ്പടി വീണുപോയി, പക്ഷേ നമ്മൾ ദൈവത്തിലൂടെ തിരിഞ്ഞാൽ വീണ്ടും അത് പഴയതുപോലെ റീഇൻസ്റ്റേറ്റ് ആവും. മനസ്സിലായോ? നമ്മൾ ഉടമ്പടി വീണ് പോയി, 1 മാസം വീണ്, 1 കൊല്ലം വീണ്, 2 കൊല്ലം വീണ് പോയി എന്ന് വിചാരിച്ചോ. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, വീണ്ടും നിങ്ങൾ ആ ഉടമ്പടിയുമായിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ അപ്പം തന്നെ അത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വീണുപോയ ഉടമ്പടികളെല്ലാം എത്രയും വേഗം പുനരുദ്ധരിച്ചുകൊണ്ട് മനുഷ്യന്റെ ദൈവാനുഭവ വിശ്വാസശേഷി വർദ്ധിപ്പിക്കുവാൻ അവന്റെ മൂല്യവർദ്ധിതമായി ദൈവത്തിരുസന്നിധിയിൽ നിലനിൽക്കുവാൻ അവരുടെ അവിശ്വാസങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക് അവരെ പുനഃക്രമീകരിക്കണം. ഹല്ലേലൂയ.
പുരുഷന്മാരെ എഴുന്നേൽക്കുക. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഈശോയേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ. പുരുഷന്മാരെ സ്ത്രീകളായിട്ട് പരസ്പരം മുഖത്തോട് മുഖം നിൽക്കുക. രോഗസൗഖ്യത്തിനും അഭിഷേക ശാക്തീകരണത്തിനുള്ള പ്രാർത്ഥനയാണ്. പുരുഷന്മാർ സ്ത്രീകൾ മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുക. ആദ്യം കൈകളെ വിടർത്തി പിടിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ കൈകളിലേക്ക് അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കണമേ, വിശുദ്ധമായ രക്തം തളിക്കണമേ. എൻ്റെയും എൻ്റെ പൂർവികരുടെയും പാപപ്പിഴകളെ അങ്ങ് പൂർണ്ണമായി ക്ഷമിക്കണമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. രണ്ട് കൈകളും പരസ്പരം ശിരസിൽ വെക്കുക. പ്രാർത്ഥന പങ്കാളി കിട്ടാത്തവർ സ്വന്തമായിട്ട് തലയിൽ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥനാ പങ്കാളി കിട്ടാത്തവർ സ്വന്തമായിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വിശ്വാസം കുറവുള്ളവർ, ജയിലിൽ കിടക്കുന്നവർ, സാമ്പത്തിക തകർച്ച വന്നു പോയവർ, വഴിയില്ലാത്തവർ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളെ ശക്തമായി, അതുപോലെ ഓരോ മക്കളും ആധ്യാത്മികമായി ശക്തീകരിക്കപ്പെടാൻ വേണ്ടി അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കളെ ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ മക്കളുടെ ശിരസ്സിൽ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭിണികളെ കൈവച്ച് പ്രാർത്ഥിക്കണമേ. കർത്താവേ, ഗർഭാവസ്ഥയിലെ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവർ, ഗർഭാശയ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവർ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ, ഗർഭാശയ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവർ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാനും, ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച അമ്മയും കുഞ്ഞും
ആരോഗ്യമായിരിക്കാൻ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവ് വിവാഹം ഒത്തുവരാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിവാഹം ഒത്തുവരാത്തവർ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വലിയ കൃപ മക്കളിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി മക്കളിൽ കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. സോറിയാസിൻ്റെ അസുഖങ്ങൾ, ശരീരത്തിൽ പാണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ടെ. കാഴ്ചക്കുറവുള്ളവർ, അടിനോടിന് അസുഖമുള്ളവർ, മുക്ക് ദശ വളരുന്നവർ, സിസ്റ്റ് രോഗികൾ, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, കർത്താവെ മുഴയുള്ളവർ, അസ്ഥി ഉന്തി നിൽക്കുന്നവർ, ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവർ, കർത്താവെ പിൻകടത്തതിന് കർത്താവ് വേദനയുള്ളവർ, കർത്താവ് കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, കൈ ശോഷിച്ചു പോയവർ, കർത്താവെ വാദരോഗികൾ എല്ലാവരെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. പലതരത്തിലുള്ള ജോലി തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ, സർട്ടിഫിക്കറ്റ് തടസ്സങ്ങൾ, പരീക്ഷാ തടസ്സങ്ങൾ, പരീക്ഷയിൽ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, തോറ്റുപോയവർ വീണ്ടും എഴുതാൻ പോകുന്നവർ, ഇപ്പോൾ കർത്താവ് പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിച്ച് ജപ്തി നടപടി വന്നു പോയവർ, കർത്താവ് ജീവിത മാർഗങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, സ്വന്തം ജോലി, വേല, കൂലി എല്ലാ മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്നവർ, ട്രാൻസ്ഫർ ആയിപ്പോയവർ, അതിനുവേണ്ടി വീണ്ടും കർത്താവ് പഴയ സ്ഥാനത്ത് വരാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവിൻ്റെ കരുണയാൽ നിറയട്ടെ. മാർഗരോഗങ്ങൾ, വേദികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. വരേണമേ, സൗഖ്യം നൽകണമേ. ദാതാ വരേണമേ, എന്നിൽ നിറയണമേ. ദാതാ വരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ഓട്ടിസം രോഗികളെ ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓട്ടിസം രോഗികളെ കർത്താവേ, അപസ്മാര രോഗികളെ കർത്താവേ, ഡിപ്രഷൻ വന്നുപോയ മക്കൾ ഈശോയെ, ഭ്രാന്തി രോഗമുള്ളവർ കർത്താവേ ഈശോ, അവിടെ എല്ലാം മേൽ അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവര്, വിവാഹം പിരിയാൻ പോകുന്നവര്, കേസിലായിപ്പോയവര്, വിവാഹ കേസ് നടന്നുകൊണ്ടിരിക്കുന്നവര് കർത്താവേ ഈശോ, വാടക വീട്ടിലെ കർത്താവെ അകപ്പെട്ടു പോയവര്, പുതിയ വീട് കിട്ടാത്തവര്, സ്ഥലമില്ലാത്തവര്, വീടില്ലാത്തവര്, വീട് സ്ഥലവുമില്ലാത്തവര്, അന്യരാജ്യങ്ങൾ അകപ്പെട്ടു പോയവര് കർത്താവെ, അവരുടെ മേലെല്ലാം കരുണ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ. ബാങ്കിൽ കടം വന്നു പോയവര്, വൃത്തിയാകാൻ പോകുന്നവര് കർത്താവെ ഈശോ, ഓരോ മക്കളെ സ്പർശിക്കുന്ന കർത്താവെ, കന്നുകാലികൾ കൊണ്ട് വിഴച്ച് പലതരത്തിലുള്ള കർത്താവെ വീട്ടു മൃഗങ്ങളെ കൊണ്ട് ജീവിക്കുന്നവർ കർത്താവെ, ആ ജീവിതം മുട്ടിപ്പോയവർ, രോഗങ്ങളുള്ളവർ, വീട്ടുമൃഗങ്ങൾക്ക് രോഗങ്ങളുള്ള, ഫാമിന് രോഗങ്ങളുള്ളവർ, പിഗ് ഫാം കർത്താവ്, കൗ ഫാം, അതുപോലെ പോൾട്രി ഫാം, എല്ലാ ഫാമുകൾ കർത്താവ്, കാർഷിക വിളകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കാർഷിക വിളകൾ നശിച്ചുപോയി, ഇഞ്ചി കൃഷികൾ, ഏലക്കൃഷികൾ, റബ്ബർ കൃഷികൾ മൂലം കർത്താവ് അത് ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ അവിടെ കണ്ണുനീരെല്ലാം കർത്താവ് എടുക്കണമേ. മത്സ്യത്തൊഴിലാളികൾ, വീട് വിൽക്കാനുള്ള സ്ഥലം വിൽക്കാനുള്ളവർ, വള്ളം വിൽക്കാനുള്ളവർ, വല വിൽക്കാനുള്ളവർ, വല വാങ്ങാനുള്ളവർ, മത്സ്യം കിട്ടാത്തവർ, എല്ലാ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കടങ്ങളെല്ലാം പരിഹരിക്കാൻ ദൈവത്തിന്റെ കണ്ണ ചൊരിയട്ടെ. വരേണമേ, എന്നിൽ നിറയണമേ. ദാതാ വരേണമേ, സൗഖ്യം നൽകണമേ. ദാതാ വരേണമേ, എന്നിൽ നിറയണമേ. ദാതാ വരേണമേ, സൗഖ്യം നൽകണമേ. കുട്ടിയെ നിൽക്കുക. സ്വന്തം കാര്യം എന്തെങ്കിലും വിട്ട് അച്ഛൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യം മൗനമായിട്ട് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും സ്വന്തം കാര്യം ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, അത് ആരാധന സമാധാനത്തെ പ്രാർത്ഥിക്കുക.
തീർച്ചയായിട്ടും സാക്ഷ്യപ്രദം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം.